ഇൻറ്റൻസ് കഫേ ബൈ മൊണ്ടാൽ. ഈ പെർഫ്യൂമിനെ പറ്റി പറയാനാണെങ്കിൽ റോസ് വാനില ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. മൻസേറയുടെ റോസസ് വാനി ട്രൈ ചെയ്തിട്ടുള്ളവർക്കറിയാം, അതും ഇതുമായിട്ട് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ രണ്ടിൻ്റെ ഫൗണ്ടർ ഒരാളാണ്, രണ്ടിൻ്റെ പെർഫ്യൂമർ ഒരാളാണ്. അപ്പോൾ അതിനെപ്പറ്റി കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 10 to 12 hours ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യും. ക്ലോത്തിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ പ്രൊജക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 4 to 5 hours ഈസി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യും. അതും നല്ല ഭീകര പ്രൊജക്ഷനാണ്. 3 to 4 feet ഒക്കെ നല്ലതായിട്ട് പോവും. നല്ലൊരു സെൻട്രയിലും ലീവ് ചെയ്യും. അപ്പോൾ സ്വീറ്റ് ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇതിൻ്റെ ഓപ്പണിംഗ് വരുമ്പോൾ ഒരു റോസ് വിത്ത് ചെറിയൊരു കോഫി അങ്ങനത്തെ ഒരു നോട്ടാണ് വരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് സെറ്റിലാകുമ്പോഴേക്കും മസ്ക് ആൻഡ് ആംബർ വരും. അത് കഴിയുമ്പോഴത്തേക്കും വാനിലയും കൂടെ വന്നിട്ട് ഒരു ഗോർമാണ്ടിഷ് ഫീൽ ഉണ്ടാക്കും. നല്ല കോൾഡ് വെതർ അല്ലെങ്കിൽ ഒരു നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ്. നല്ല സ്ട്രോങ് ഓപ്പണിംഗ് ആണ്. റോസ് ഫ്രാഗ്രൻസ് ഇഷ്ടം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവില്ല. കാരണം ഓപ്പണിംഗ് തന്നെ ഒരു സ്വീറ്റ് പ്ലാസ്റ്റ് ഓഫ് റോസ് അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ ഒരു 6,000 തൊട്ടൊക്കെ ഓഫേഴ്സിൽ കിട്ടാറുണ്ട്. അത് പക്ഷേ ഇതൊരു നീഷ് ഹൗസിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴേക്കും അഫോർഡബിൾ നീഷ് ഇറക്കുന്നതിന് ഫേമസ് ആണ് ഈ ബ്രാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റോസ് ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.